ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാനിങ്ങനെ മറ്റ് ഗെയിമിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് പറഞ്ഞത് എന്നോട് കസരേണം പറഞ്ഞു മൈൻക്രാഫ്റ്റ് കളിക്കാൻ. സോ നമ്മൾ വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് സ്വാഗതം. സോ ഫസ്റ്റ് നമുക്ക് ഐശ്വര്യമായിട്ട് മരം വെട്ടിയിട്ട് തുടങ്ങാം. ഓക്കെ, കൂൾ. ഗൈസ്, ഞാൻ പൊട്ടത്തരം കാണിച്ചു, വെറുതെ ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കി. ഓക്കെ ലിറ്ററൽ പറഞ്ഞാൽ എനിക്ക് ഈ ഗെയിം മൈൻക്രാഫ്റ്റ് എന്ന ഗെയിമിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം. ബിക്കോസ് ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരാളാണ്, ബട്ട് അത് വീഡിയോ ഇടുന്നില്ലെന്നേ ഉള്ളൂ. മൈൻക്രാഫ്റ്റ് ഈസ് വേ ബെറ്റർ. എല്ലാ ഗെയിമിനെയും പോലെ തന്നെ ഉള്ളൊരു ഗെയിം. ബട്ട് ഒഫീഷ്യൽ മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ കിട്ടിയിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ മോഡൽ ഗെയിംസൊക്കെ ഒത്തിരി കളിച്ച് പരിചയമുള്ള ഒരാളാണ്. ബട്ട് ഒഫീഷ്യൽ മൈൻക്രാഫ്റ്റ് കിട്ടിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ എന്നതുകൊണ്ടും എന്നൊരു പ്രശ്നം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ബ്ലാക്ക് ഷാഡോ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സ്കിന്നിലായിരിക്കത്തില്ലെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. കാരണം ഇത് എൻ്റെ അക്കൗണ്ട് തന്നെ. ബട്ട് നെക്സ്റ്റ് ആയിട്ട് എൻ്റെ സ്കിന്നൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ഒഫീഷ്യലി ഇതല്ല എൻ്റെ സ്കിന്ന്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്കിന്നല്ല എൻ്റെ സ്കിന്ന്. ബട്ട് ഞാൻ എൻ്റെ സ്കിന്നൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. സോ നമുക്ക് കുറച്ച് എന്തുകൊണ്ട് എനിക്ക് ഈ ഓക്കാണ് മറ്റേതിനേക്കാളും ഇഷ്ടം. മറ്റേ സ്നാപ്പിനേക്കാളും ഇഷ്ടം. ബ്രിഡ്ജിനൊക്കെക്കാൾ ഓക്ക് തന്നെയാണ് എനിക്കിഷ്ടം. സോ നമുക്ക് ഓക്ക് കുറച്ച് പൊട്ടിക്കാം. ഓക്കെ, നൗ ഐ ആം റെഡി. താഴത്ത് നമ്മൾ പൊട്ടിച്ചേക്കാം. ആൻഡ് ഇനി നമുക്ക് തൊട്ടടുത്ത് വല്ല വില്ലേജ് ഉണ്ട്, വില്ലേജ് തപ്പി ഇറങ്ങാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്റ്റെപ്പ് 1 എനിക്ക് എന്തായാലും 68 എന്തുവാ ഇത് വെച്ച് എനിക്ക് 68 സംതിങ് ബ്ലാങ്ക്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് മൊത്തം ബ്ലാങ്ക്സ് ഒക്കെ ആക്കാം. 68 ഉണ്ടാകും. 64/6 ഉള്ളൂ. പൈസ അവിടെ റൂവിൻ്റെ പോലുള്ളൂ. നമുക്കപ്പോൾ നേരെ അങ്ങോട്ട് വെച്ചങ്ങ് പിടിക്കാം. റൂവിൻ്റെ പോലുള്ളൂ, നേരെ അങ്ങോട്ട് വെച്ചങ്ങ് പിടിക്കാം. അത് കാണുന്നത് തന്നെ. പക്ഷേ ഞാൻ കണ്ടു അവിടുത്തെ റൂവിൻ്റെ പോർട്ടൽ. ബട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമുക്ക് കുറച്ച് വെപ്പൺസ് ഉണ്ടാക്കണം. ആക്സും പിക്കാസും സ്പിയർ ഉണ്ടാക്കണോ? സ്പിയർ വേണ്ട, ബാക്കി എല്ലാം ഒന്ന് സിമ്പിളി അറേഞ്ച് ചെയ്യണം. ഗൈസ്, ഒന്നും തോന്നരുത്, അത് എൻ്റെ വീട്ടിലെ പട്ടിയാണ്. ഓക്കെ, ദെൻ നമുക്ക് റൂവിൻ്റെ പോർട്ടൽ കണ്ട വില്ലേജ് എങ്കിലും കുഴപ്പമില്ല. നമുക്ക് റൂവിൻ്റെ പോർട്ടലിലോട്ട് കയറി ഫസ്റ്റ് റൂവിൻ്റെ പോർട്ടലിൽ കയറി നോക്കാം. ടക് 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 ടൂ. ഓക്കെ, റൂവിൻ്റെ പോർട്ടലിൽ ഇനി എന്തായാലും നല്ലത് കിട്ടിയാലോ. ഓക്കെ, ഒരു ഗോൾഡൻ ആക്സ്
നഗറ്റ്സും 28 അയൺ നഗറ്റ്സും ഒരു ഗോൾഡൻ ആപ്പിൾ. എൻ്റെ മോനെ ഇതെന്ത് ലോ ലൈഡ് സ്റ്റോൺ ആ സാധനം, 3 ഫ്ലിൻറ്റും ആൻഡ് ഫയർ ചാർജ്. ഇത് എൻ്റെ ഹോട്ടലിൽ പറ്റും. ഓക്കെ, ബ്ലോക്കും കിട്ടി. ഇത്രയാണ് ധാരാളം. ലാസ്റ്റ് ഇന്നത്തെ ബ്ലോക്ക് ഇരിക്കട്ടെ, നമുക്ക് ടൈം അറിയാം. സോ നമുക്ക് നേരെ വില്ലേജ് വെച്ചങ്ങ് പിടിക്കാം. സോ വേറെ ഒന്നും കൂടുതലായിട്ട് തപ്പണ്ട. തൊട്ടടുത്ത് കാണുന്ന അത് വേണ്ട. ലൈക്ക് ഇവിടെ 2 വില്ലേജാണ് കേസ്, അടുത്തടുത്തുള്ള 2 വില്ലേജാണ്. സോ ഇവിടെ 2 അയൺ കോലും ഉണ്ടാവുമോ? നോക്കാം. രാത്രി ആവാറായി, ശരിക്കും പറഞ്ഞാൽ രാത്രി ആവാറായി. കാരണം ഈ ഇണ്ടകളൊക്കെ വരാൻ സമയമായിട്ടുണ്ട്. ആദ്യം നമുക്ക് വീട് തുറക്കുക. കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പ്ലങ്കും ഈ സ്റ്റേഴ്സും എല്ലാം ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. ഇങ്ങനെ ട്രേഡ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ കിടന്നിറങ്ങാം. ഓക്കെ, ആൻഡ് ഗൈസ്, നിങ്ങളുടെ സൗണ്ട് കേട്ടെങ്കിൽ ക്ഷമിക്കുക. കുറച്ച് ചെറിയ പ്രശ്നമാണ്. എന്തായാലും ഇവിടെ നമ്മൾ റെസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്, റെസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കയ്യിൽ കുറച്ച് ലൈക്ക് സംതിങ് എൽസ് എൻ്റെ കയ്യിൽ ഉള്ള വസ്തു വെച്ച് ഓക്കെ 3 അയൺ ഇങ്കട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. നിങ്ങൾ തന്നെ ആലോചിക്കുക, 3 അയൺ ഇങ്കട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കണമെങ്കിൽ ഗോൾഡ് ആപ്പും വേണം. സോ കയ്യിൽ ഇതിൽ ഒരു ഗോൾഡൻ ആപ്പിളും ഉണ്ട്. 3 അയൺ ഞാൻ എൻ്റെ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എനിക്ക്. ചെസ്റ്റ് എൻ്റെ കയ്യിലോ അതിനുള്ള കൂടുണ്ടല്ലോ, 9 അല്ല അതിന് പറ്റുന്ന കൂടുണ്ട്. 8 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. എണ്ണം മതി. ആക്കിയിട്ട് ആവശ്യമില്ലാത്ത സാധനം ഇതൊക്കെ ഈ ഗോൾഡൻ ആപ്പിളും ഇതൊക്കെ കൈ വെച്ച് ഇതിനകത്ത് വെച്ചേക്കാം. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള സാധനം പോകാൻ ഒരു ചാൻസ്. സോ ഒരെണ്ണക്കെട്ട് മാത്രമേ കയ്യിലുള്ളൂ എന്നത് വളരെ നല്ല കാര്യമാണ് സുഹൃത്തുക്കളെ. ആൻഡ് നമുക്കൊരു കാര്യം ചെയ്തേക്കാം, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും ഇത്രയും വെച്ച് നമുക്കൊരു 3 ഫ്ലിൻ്റ് ഉണ്ടാക്കാം. ബട്ട് അതിന് മുമ്പ് നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കിയാലോ. ബക്കറ്റ് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ഒരു ബക്കറ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഫ്ലിൻ്റ് 3 ജസ്റ്റ് ഇരിക്കട്ടെ. ചത്ത് കഴിഞ്ഞ കാല ഐറ്റംസ് മൊത്തം പോകത്തുള്ളൂ. സോ സ്റ്റോൺ ഐറ്റംസിലേക്ക് സ്വിച്ച് ചെയ്യാൻ അതിന് മുമ്പായിട്ട് എപ്പോഴും എല്ലാം സേഫ് ആയിരിക്കണം. അത് കണ്ടപ്പോഴാണ് കുറച്ച് ഇത് ഞാൻ എന്തിനായിരുന്നു കൊണ്ടുവന്നത്. ഇവിടെ വെക്കാനാണ്. ഇത് എൻ്റെ വീടെന്ന് അറിയിക്കാനായിട്ട്. ഇതെൻ്റെ വീട് തന്നെ, അതവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് സോ ഇപ്പോൾ തുടങ്ങാനുള്ള സമയമുണ്ട്. വില്ലേജറിൻ്റെ കയ്യിലുള്ള ഫുഡ് നൈസായിട്ട് എടുക്കാം. ഇങ്ങേടയിൽ എന്തോ ഉണ്ടല്ലോ, ഇങ്ങേടയിൽ എന്തെങ്കിലും ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. 22 ക്യാരറ്റ് കൊടുത്ത് അങ്ങനെ ഒരു എമറാൾഡ് തരും. എമറാൾഡ് കൊടുത്ത് 6 ബ്രെഡ് തരും. അതിൻ്റെ ആവശ്യമില്ല. ஆனால் 22 ക്യാരറ്റ് കൊടുത്താലല്ലേ. ഒരു എമറാൾഡ് ട്രേഡ് ചെയ്ത് 6 ബ്രെഡിങ് മേടിക്കാം. ഓക്കെ, അത് മതി. അതിൻ്റെ ആവശ്യമില്ല. HP കിട്ടി. ഞാൻ 1 ഗൈസ്. എന്തായാലും 1
ഞാൻ വീണ്ടും പറയുന്നു വില്ലേജേഴ്സാണ് എൻ്റെ ഫേവറേറ്റ് മോബ്. ഞാൻ വീണ്ടും പറയുന്നു സുധേണനെ പോലെ വില്ലേജേഴ്സാണ് എൻ്റെ ഫേവറേറ്റ് മോബ്സ്. ആ രണ്ടെണ്ണമുണ്ട്, വെറുതെ ഞാനത് വീഡിയോയിൽ കാണിക്കും. ഇറ്റ്സ് ഓക്കെ ഗൈസ്, 54 സംതിങ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്കിനി മൈനിങ്ങിന് പോകാനുള്ള സമയമാണ്. സോ വേറെ അങ്ങോട്ട് നമുക്ക് കിട്ടുന്നില്ല. അയ്യാ കൂൾ, എൻ്റെ ഉണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. മൈനിങ്ങിന് പോകാം, നേരെ വീട്ടിലോട്ട് വിടാം. ആക്ച്വലി നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തി. ഓക്കെ. ആൻഡ് നമുക്ക് ചെയ്യേണ്ട കാര്യം മൈൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഷവല് വെച്ച് ഇതുപോലെ കുഴിക്കണം. ഓക്കെ. സോ ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ പണി തീർത്തിട്ടുണ്ട്. സോ മൈനിങ് ഈസ് ഇൻജൂറിയസ് ടു ഓക്കെ. അടുത്തതായിട്ട് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.